മറുപടി. KV തോമസിന് ഓണറേറിയമായി 19,38,710 രൂപയും വിമാനയാത്രാ ചെലവിനായി 7,18,460 രൂപയും ഇതുവരെ നൽകി. KV തോമസിന്റെ സ്റ്റാഫുകൾക്ക് 29,75,90 രൂപ വേതനവും മറ്റ് അലവൻസുകളുമായി നൽകി. കൂടാതെ KV തോമസിന് ഇന്ധനമടിക്കാൻ 95,206 രൂപയും നൽകി. 13,431 രൂപ വാഹന ഇൻഷുറൻസിനും 1000 രൂപ ഓഫീസ് ചെലവെന്ന പേരിലും KV തോമസ് കൈപ്പറ്റി. KV തോമസ് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഇടപെട്ടു എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: കേരളത്തിലെ താൽപര്യങ്ങൾ ദേശീയ തലത്തിൽ പ്രതിനിധീകരിക്കുന്നതിനായി കേന്ദ്രമന്ത്രിമാരുമായി ഉയർന്ന തലത്തിൽ ചർച്ചകളും വിവിധ മന്ത്രാലയങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചകളും സംഘടിപ്പിക്കുകയും സംസ്ഥാന വികസനത്തെ ബാധിക്കുന്ന പ്രധാന വിഷയങ്ങളിൽ തുടർച്ചയായി ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നു. KV തോമസിന്റെ ഇടപെടൽ കൊണ്ട് കേരളത്തിന് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ലെങ്കിലും മുഖ്യമന്ത്രി അത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നത് നിയമസഭാ മറുപടിയിൽ നിന്ന് വ്യക്തം. ക്യാബിനറ്റ് റാങ്കിൽ ഡൽഹിയിൽ സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി നിയമിതനായപ്പോൾ ശമ്പളം വേണ്ട, ഓണറേറിയം മതി എന്ന നിലപാടാണ് KV തോമസ് സ്വീകരിച്ചത്. ശമ്പളമാണെങ്കിൽ പെൻഷൻ കിട്ടില്ല, അതുകൊണ്ടാണ് ഓണറേറിയം മതി എന്ന തന്ത്രപരമായ നിലപാട് KV തോമസ് സ്വീകരിച്ചത്. MLA, MP, അധ്യാപക പെൻഷൻ എന്നിങ്ങനെ 3 പെൻഷൻ ലഭിക്കുന്ന രാജ്യത്തെ അപൂർവം പേരിൽ ഒരാളാണ് KV തോമസ്. ഓണറേറിയം 1 ലക്ഷം രൂപയും യാത്രാപടി, ടെലിഫോൺ തുടങ്ങി മറ്റ് അലവൻസുകളും KV തോമസിന് ലഭിക്കും. അടുത്തിടെ KV തോമസിന് സർക്കാർ പ്രൈവറ്റ് സെക്രട്ടറിയെയും അനുവദിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തനാണ് KV തോമസ്. UPA സർക്കാരിന്റെ കാലത്ത് മുൻ കേന്ദ്ര ഭക്ഷ്യമന്ത്രി കൂടിയായിരുന്ന പ്രൊഫസർ KV തോമസിന് പ്രതിമാസം 1 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ ഓണറേറിയം നിശ്ചയിച്ചിരുന്നത്. ഓണറേറിയത്തിന് പുറമെ 3 സ്റ്റാഫുകളെയും 1 ഡ്രൈവറെയും ഡൽഹിയിൽ പ്രൊഫസർ KV തോമസിനായി കേരള സർക്കാർ നിയമിച്ചിട്ടുണ്ട്. ജൂൺ മാസം വരെയുള്ള ഓണറേറിയം നേരത്തെ അനുവദിച്ചിരുന്നു. 2023 ജനുവരി 18-നാണ് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി സ്ഥാനം സംസ്ഥാന സർക്കാർ നൽകിയത്.